ഇന്ത്യയിൽ എല്ലാവരുടെയും സ്വപ്നമാണ് സിവിൽ സർവീസ്. ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച ഒരു പോസ്റ്റാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൽ IAS, IPS മുതൽ IRS, IFS തുടങ്ങി 10, 30, 40ഓളം അതിമോഹ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കിട്ടണമെങ്കിൽ നല്ല കോമ്പറ്റീഷനാണ്. കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ബിരുദമേ ഉള്ളൂ അടിസ്ഥാന യോഗ്യത പരീക്ഷ എഴുതാൻ. പക്ഷേ ഒരു പ്രിലിമിനറി പരീക്ഷ, പിന്നെ ഒരു ഫൈനൽ പരീക്ഷ, പിന്നെ ഇൻ്റർവ്യൂ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ജോലി കിട്ടും. ജോലി പോലെയാണത്. UPSC ടെസ്റ്റ് എഴുതും പോലെയാണ്. UPSC ആണ് നടത്തുന്നത്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് അന്ന് മുതൽ ട്രെയിനിങ് കഴിഞ്ഞാൽ വളരെ നല്ല പോസ്റ്റിലേക്ക് ജോലി കിട്ടും. ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലേക്കും ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലേക്കും ഒക്കെ ആയിരിക്കും ആദ്യത്തെ പോസ്റ്റിംഗ് വരുന്നത്. IAS ആണെങ്കിൽ, IPS ആണെങ്കിൽ SP റാങ്കിന് മുകളിലോട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വളരെ വലിയ പോസ്റ്റാണ്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി വലിയ മത്സരമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കേരളത്തിലും നിരവധി സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വളരെ വലിയ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ലീഡ് സ്റ്റഡി സെൻറ്റർ അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്റ്റഡി സെൻറ്റർ ഉണ്ട്, അതായത് തിരുവനന്തപുരത്ത്. അതിൻ്റെ ചീഫ് മെൻറ്ററായിട്ടുള്ള ഇഷ്രാജ് സിംഗ് IPS, അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു IPS കാരനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹം മികച്ച സേവനത്തിലുള്ള പോലീസ് മെഡൽ നേടിയിട്ടുണ്ട്. വിശേഷ സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയിട്ടുണ്ട്. രാജ്യം വരെ അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പോലീസ് സർവീസിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ് ഇഷ്രാജ് സിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് 1985 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം രാജസ്ഥാനിലെ ബിക്കാനീർ സ്വദേശിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിരവധി പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷ 34 രഹസ്യങ്ങൾ എന്നൊരു പുസ്തകം നാളെ റിലീസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ വരുന്നുണ്ട്. പരീക്ഷ എഴുതുക എന്നതൊരു കലയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ബ്ലർബ് അല്ലെങ്കിൽ ബാക്ക് പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പരീക്ഷ എഴുതുക എന്നത് ഒരു കലയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നതിൽ മാത്രമല്ല കാര്യം. എന്തുമാത്രം വിവരം തലയ്ക്കകത്ത് കയറ്റിവെച്ചു എന്നുള്ളതല്ല കാര്യം. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 31 മണിക്കൂർ എഴുതുമ്പോൾ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ അനന്തമായ വിവരങ്ങൾ ചോദ്യങ്ങൾക്കനുസരിച്ച് സംഗ്രഹിച്ച് അവതരിപ്പിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ പരിശ്രമം വിജയത്തിലെത്തുകയുള്ളൂ. അതിനുള്ള വഴികൾ എന്തെല്ലാമാണ്? അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം. സിവിൽ സർവീസ് പരീക്ഷ 34 രഹസ്യങ്ങൾ. മുൻ DGP കൂടിയായിട്ടുള്ള മുതിർന്ന IPS ഓഫീസർ ഇഷ്രാജ് സിംഗ് തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായ പുസ്തകമാണ് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ സിവിൽ സർവീസ് പരീക്ഷ 34 രഹസ്യങ്ങൾ. സൈൻ ബുക്സ്, തിരുവനന്തപുരം സൈൻ ബുക്സ് ആണ് ഈ ബുക്സ് ഇറക്കിയിരിക്കുന്നത്. 220 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് വില. ഇതിൽ പുസ്തകം നമ്മൾ ഓടിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുസ്തകം വായിക്കേണ്ടത്? മികച്ച പുസ്തകങ്ങൾ ആദ്യം വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ വായിക്കാൻ അവസരം ലഭിക്കില്ല എന്ന ഹെൻറി ഡേവിഡ് തോറോയുടെ അഭിപ്രായത്തോടുകൂടി സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും, സിവിൽ സർവീസിലേക്കുള്ള യാത്ര, മികച്ച തയ്യാറെടുപ്പ് വേണം, ഏറ്റവും സുതാര്യമായ മികച്ച രീതിയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുക, സിവിൽ പരീക്ഷയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്, പരീക്ഷയ്ക്കുള്ള സമ്പൂർണ്ണ തന്ത്രം എന്താണ്, നിങ്ങളുടെ ഭാഷ മാറ്റേണ്ടതിൻ്റെ ആവശ്യകത, വിദ്യാർത്ഥികളുടെ കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഗ്രൂപ്പായി പഠിക്കുന്നത്, സിവിൽ സർവീസ് പരീക്ഷയിൽ കൈയെഴുത്ത് അക്ഷരത്തിൻ്റെ പ്രാധാന്യം, പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എത്ര സമയം ചെലവഴിച്ചാലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറ്റുക, സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുള്ള പത്രവായനയ്ക്ക് എന്താണ് പ്രാധാന്യമുള്ളത്, പൊതുവിജ്ഞാനം സമ്പാദിക്കാനുള്ള നിരവധി മാർഗങ്ങൾ എന്താണ്, നല്ല ഉപന്യാസ രചനയ്ക്ക് ഉയർന്ന മാർക്ക് നേടുന്നതിനുള്ള താക്കോൽ എന്താണ്, അതുപോലെ തന്നെ CSAT പേപ്പർ പാസ്സാകാൻ നല്ല ഗണിത പരിജ്ഞാനം നിർബന്ധമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒരു കലയാണ്, NCERT പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഓർമ്മ വർദ്ധിപ്പിക്കാനുള്ള കൂടുതൽ വിദ്യകൾ, മാനസിക പിരിമുറുക്കവും സിവിൽ സർവീസ് പരീക്ഷയുടെ തയ്യാറെടുപ്പ് ഒന്നിച്ച് പോകുന്നില്ല, നിങ്ങൾ പ്രഭാതത്തിലെ വാനമ്പാടിയോ അതോ രാത്രിയിലെ മൂങ്ങയോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെയായി 34 വിഷയങ്ങളായി 214 പേജുള്ള മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നൊരു പുസ്തകമാണ്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത, ഈ പുസ്തകം നാളെ പ്രസ് ക്ലബ്ബിൽ വെച്ച്, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച്, TNG ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ ഈ പുസ്തകം റിലീസ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ആ
പുസ്തകം റിലീസ് ചെയ്യുന്ന ചടങ്ങിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. നാളെ 11 മണിക്കാണ് ചടങ്ങ് വച്ചിരിക്കുന്നത്. പുസ്തക പ്രകാശനത്തിൻ്റെ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. അധ്യക്ഷനായിട്ടുള്ള ടി പി ശ്രീനിവാസൻ, റിട്ടയേർഡ് IFS മുൻ അംബാസഡർ കൂടെ ആയിട്ടുള്ള ടി പി ശ്രീനിവാസൻ അവർ. അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്നതും പ്രമുഖനാണ് ശ്രീ റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള അദ്ദേഹമാണ് ഈ പുസ്തകം. റവാഡ ആസാദ് ചന്ദ്രശേഖർ IPS ആണ് ഏറ്റുവാങ്ങുന്നത്. മനോഹരമായ ഒരു പുസ്തകമാണ് ഋഷിരാജ് സിംഗ് അവരുടേത്. പുസ്തകം നാളെയാണ് റിലീസ് ചെയ്യുന്നത്. മുഴുവൻ ആളുകളും മുഴുവൻ വിദ്യാർത്ഥികളും വായിച്ചിരിക്കേണ്ട മനോഹരമായ ബുക്സാണ്. സൈൻ ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ 10-15 വർഷമായി ഇത്തരത്തിൽ നിരവധി പുസ്തകങ്ങൾ വളരെ മനോഹരമായ മികച്ച വിജയത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണ വിഭാഗമാണ്. നേരത്തെ മാതൃഭൂമിയിലൊക്കെ ജോലി ചെയ്തിരുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഇതിൻ്റെയും ചീഫായിട്ടുള്ളത്. അപ്പോൾ ആ സൈൻ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ പുസ്തകമാണ്. ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാനിതിൻ്റെ ടൈറ്റിലുകളും പ്രധാന ഭാഗങ്ങളും വായിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്, സുവർണ മാർഗങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, മലയാളത്തിലാണ് ഈ പുസ്തകം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് എങ്ങനെ, ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു 220 രൂപയാണ് ഇതിൻ്റെ പുസ്തകത്തിൽ വില. ഇത് നാളെ മുതൽ മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാവരും വാങ്ങുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഈ പുസ്തകം ഈ പറഞ്ഞ പോലെ വളരെ അനുഭവ സമ്പത്തുള്ള, വളരെ ജനകീയനായിട്ടുള്ള ഒരു ഓഫീസറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം കൂടി വെച്ചുകൊണ്ടായിരിക്കും. കാരണം രാജസ്ഥാൻ പോലുള്ള വളരെ ഇന്ത്യയിൽ അന്ന് ആ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും വളരെ പിന്നോക്കം നിന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് ജനിച്ച് വളരെ വലിയ മുന്നോക്കം, സാക്ഷരതയിലും മറ്റു കാര്യത്തിലും മുന്നോക്കം നിൽക്കുന്ന കേരളത്തിൽ വന്ന് വിദഗ്ധമായ വളരെ നല്ല സർവീസൊക്കെ ചെയ്തിട്ടുള്ള ശ്രീ ഋഷിരാജ് സിംഗ് IPS റിട്ടയർഡ് അവർകളാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കേരളത്തിൻ്റെ പൊതുസമൂഹവും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹവും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഇല്ല.